IPL-ന്റെ താരലേലം നടന്നിട്ടിപ്പോൾ 2-3 ദിവസങ്ങളായിട്ടുണ്ട്. ഓരോ ടീമുകളും നമുക്കറിയാം, ഒരു മിനി താരലേലം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലേലമായിരിക്കും. ഇപ്പോൾ കാരണം ഒരു കോർ ടീം മിക്കവാറും എല്ലാ ടീമുകളും നിലനിർത്തിയിട്ട് ചില വിടവുകൾ, ചില ഗ്യാപ്പുകൾ ഉണ്ട് ഓരോ ടീമിലും. ആ ഗ്യാപ്പുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും ഈ മിനി താരലേലത്തിൽ നടക്കുക. പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 370 താരങ്ങൾ, 370-ലധികമുള്ള താരങ്ങളിൽ പല താരങ്ങളെയും വിളിക്കുക പോലും ചെയ്തില്ല. ഇപ്പോൾ മലയാളി താരങ്ങളെ നോക്കുകയാണെങ്കിൽ ആകെ 3 താരങ്ങളാണ് ലേലം ചെയ്യപ്പെട്ടത്. അതിലൊരു താരത്തെയാണ് എടുത്തത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊന്നും ലേലം ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം വരികയും ആദ്യത്തെ 7 സെറ്റ് വരികയും പിന്നെ ബാക്കിയുള്ള സെറ്റിൽ നിന്ന് ടീമുകൾക്ക് താല്പര്യമുള്ള ടീമുകൾ പറയുന്ന ലിസ്റ്റിൽ നിന്നാണ് ലേലം തന്നെ ചെയ്തത്. അപ്പൊ അതൊരു ചെറിയ ഒരു ഇതാണ്. പക്ഷെ ചില ടീമുകളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ടീമുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീമിന്റെയും ലേലത്തിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ ആ ടീം എടുത്ത സ്മാർട്ടായിട്ടുള്ള മൂവുകൾ എന്തൊക്കെയാണ്, അപ്പൊ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോ ടീമിന്റെ ലേലത്തിലെ ഒരു പെർഫോമൻസ് നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ സ്ക്വാഡിലുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അനാലിസിസ്, ഒരു ഡീപ്പ് അനാലിസിസിലേക്ക് നമുക്ക് പോകുന്നില്ല. കാരണം ഓരോ ടീമിന്റെയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ഒരുപാട് സമയം വേണം. അപ്പൊ നമുക്ക് അത്തരം സാധനങ്ങൾ ഇനിയിപ്പോ IPL തുടങ്ങാൻ ഒരുപാട് സമയം ഉണ്ട്. ഒരു 2-3 മാസം തീർച്ചയായിട്ടും ഉണ്ട്. 3 മാർച്ച്, അതെ, സമയമുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഡീപ്പായിട്ട് ഓരോ ടീമിന്റെ അനാലിസിസ് നമുക്ക് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഒറ്റ വീഡിയോയിൽ മൊത്തം എല്ലാ ടീമുകളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് RCB-നെ കുറിച്ചാണ്. നമുക്കറിയാം, RCB കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച ടീമാണ്. കഴിഞ്ഞ സീസണിൽ കപ്പടിച്ചു എന്ന് പറയുമ്പോൾ 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ശക്തമായിട്ടുള്ള ഒരു ടീമായിട്ട് വരികയും കോഹ്ലി, ഫിൽ സാൾട്ട്, അതുപോലെ തന്നെ ടിം ഡേവിഡ്, ഹെയ്സൽവുഡ്, അങ്ങനെയുള്ള ഒരു പിടി താരങ്ങൾ, ഈ താരങ്ങളെ ഉപയോഗിച്ച് വളരെ ശക്തമായിട്ടുള്ളൊരു പെർഫോമൻസ് RCB കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ RCB-യുടെ ഈ ലേലത്തിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു മൂവ് എന്ന് പറയുന്നത് വെങ്കടേഷ് അയ്യറിനെ 7 കോടി രൂപക്ക് സ്വന്തമാക്കിയതാണ്. സ്വാഭാവികമായിട്ടും ഫിൽസാൾട്ടും കോഹ്ലിയും ഓപ്പണിംഗിൽ കളിക്കുമ്പോൾ 3-ാം നമ്പറിലേക്ക് ദേവദത്ത് പടിക്കലിന്റെ പൊസിഷനിലേക്ക് വെങ്കടേഷ് അയ്യർ വരുന്ന സമയത്ത് ആ ടീമിന് കുറച്ചും കൂടി ഒരു ടോപ്പ് ഓർഡറിലെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, 23.5 കോടിയിലേക്ക് പോയ വെങ്കടേഷ് അയ്യർ എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. കാരണം വെങ്കടേഷ് അയ്യറിന്റെ ഏറ്റവും പീക്ക് പെർഫോമൻസ് 2023 വന്ന് ആ സമയത്ത് 8 കോടി രൂപയാണ് വെങ്കടേഷിന്റെ പ്രതിഫലം. അതാണ് ഒറ്റയടിക്ക് 23.5 ആ കോടിയിലേക്ക് കൂടുന്നത്. പക്ഷെ പിന്നെ അത് വളരെ പിറ്റത്തെ വർഷം 7 കോടിയിലേക്ക് ഇത് ചെയ്യുന്നു. അപ്പൊ ആ ഒരു വലിയൊരു പ്രൈസ് ടാഗ് വരുന്ന സമയത്ത് വെങ്കടേഷ് അയ്യർ മോശം പ്രകടനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ വെങ്കടേഷിനെ 7 കോടിക്ക് RCB പിടിക്കുന്ന സമയത്ത് ശക്തമായ ഒരു ടോപ്പ് ഓർഡർ ഓൾറെഡി ബാംഗ്ലൂരിനുണ്ട്, RCB-ക്ക് ഉണ്ട്. അതിന്റെ പുറമെ തന്നെ വെങ്കടേഷ് അയ്യരും കൂടി വരുന്ന സമയത്ത് അത് വളരെ ശക്തമായിട്ട് ടീമായിട്ട് മാറുന്നുണ്ട്. കിരീടം നിലനിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു ടീമായിട്ട് അടുത്ത മാസത്തേക്ക് അടുത്ത സീസണിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പേസ് ബോളർമാർ. ഇപ്പൊ പേസ് ബോളിംഗിൽ ഒരുപാട് ഓപ്ഷൻസ് RCB-ക്ക് നിലവിൽ ഇതിനകം ഉണ്ട്. ഹെയ്സൽവുഡ്, ഭുവനേശ്വർ കുമാർ ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യാഷ് ദയാൽ, ഇങ്ങനെയുള്ള ഈ ഒരു നിലയിലേക്കാണ് ജേക്കബ് ഡെഫിയും അതുപോലെ തന്നെ മങ്കേഷ് യാദവും കൂടി വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശക്തമായ ഒരു ടീം ആയിട്ട് RCB മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പൊ RCB-യുടെ ഒരു മോശം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്പിൻ ബോളിങ്ങിൽ വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ടുള്ള നല്ല സ്പിന്നർമാരില്ല എന്നുള്ളതാണ്. അപ്പം സുയാ ശർമ്മനെ പോലുള്ള ഈ പറയുന്ന ആഭ്യന്തര ക്രിക്കറ്റിലുള്ള ഇന്ത്യൻ പരിചയസമ്പത്ത് കുറഞ്ഞ താരങ്ങളെ വെച്ചിട്ട് ആണ് അവരുടെ സ്പിൻ ബോളിംഗ് പോകുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പിൻ ബോളിംഗിൽ ആ ഒരു പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പേസ് അറ്റാക്കും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയുമുണ്ട്. അപ്പൊ ആ ബാറ്റിംഗ് നിരയിലേക്ക് ഇപ്പൊ ജോർദാൻ കോക്സ് കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മധ്യനിര എന്ന് പറയുമ്പോൾ ടിം ഡേവിഡ് ഉണ്ട്. ടിം ഡേവിഡിനെ പോലുള്ള ഒരു താരത്തിന്റെ ഇമ്പാക്ട് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് റൊമേരിയ ഷെഫേർഡ് എന്ന് പറഞ്ഞ താരം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ വളരെ സ്മാർട്ടായിട്ട് ലിവിങ്സ്റ്റനെ അതുപോലെ തന്നെ ലുങ്കി എങ്കിഡിനെ മാറ്റിയിട്ട് ഒരു പേഴ്സ് ബാലൻസ് ഉണ്ടാക്കാൻ RCB-ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ RCB-യുടെ ഒരു ഓപ്ഷൻ പെർഫോമൻസിന് നമുക്ക് 10-ൽ 8.5 മാർക്ക് കൊടുക്കാം. ഒരു ശക്തമായ ടീം തന്നെ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ആരാധകരെ സംബന്ധിച്ച്, വീഡിയോ കാണുന്ന ആളുകളെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. RCB-ക്ക് നിങ്ങൾ എത്ര സ്കോർ കൊടുക്കും എന്നുള്ളത്. അടുത്തതായി കൊൽക്കത്തയാണ്. ഇപ്പം കൊൽക്കത്ത സൈഫ് പറഞ്ഞു തന്നെ വെങ്കടേഷ് അയ്യറിനെ റിലീസ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇതിൽ 3 ഫോറിൻ പ്ലേയേഴ്സിനെയാണ് കൃത്യമായിട്ട് മിനി ഓപ്ഷനിൽ വിളിച്ചെടുക്കാൻ വേണ്ടി. ഇതിൽ കാമറൺ ഗ്രീനിന്റെ ഒരു ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത സീസണിലേക്ക് ഇറങ്ങുമ്പോൾ കൊൽക്കത്തക്ക്, പിന്നെ മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്തക്ക് ഒരു കിരീട പോരാട്ടത്തിന് അല്ലെങ്കിൽ എന്ന് പറയേണ്ട ഒരു
ഒരു ടൈറ്റ് മത്സരം നടത്താൻ പറ്റുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാമറൂൺ ഗ്രീൻ ആയാലും പിന്നെ ഫിൻ അലൻ ആയാലും പിന്നെ ടീം സീഫർട്ട് ഉണ്ട്, 14 കൊണ്ടുവന്നിട്ടുണ്ട്. അതെ 14 കൊണ്ടുവന്നിട്ടുണ്ട് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അറിയില്ല, വലിയൊരു തുക കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി മികച്ചൊരു ഫോറിൻ പ്ലേയേഴ്സിനെയാണ് ടീമിൽ സ്ക്വാഡിലേക്ക് കാണിയാൻ വേണ്ടി പറ്റുന്നത്. കാരണം റസൽ പോയിട്ടുണ്ട്, വെങ്കടേഷ് അയ്യർ പോയിട്ടുണ്ട്. ഈ താരങ്ങളൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ബാലൻസ് ടീമിനെ പിടിച്ചുകൊണ്ടാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അടുത്ത ഒരു പരമ്പരയിലേക്ക് നോക്കുമ്പോഴേക്ക് നല്ലൊരു ടീമായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അടുത്ത ടൂർണമെന്റിൽ കൊൽക്കത്ത ഒരു ഈ പറയുന്ന പോലുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള നീക്കങ്ങളാണ് ഫിന്നാലൻ അതുപോലെ തന്നെ ടിം സീഫർട്ട് ഇവരൊക്കെ സ്വന്തമാക്കിയത്. നല്ല നീക്കമാണ്. ഇപ്പൊ പേസ് ബോളിംഗിലേക്ക് വരുന്ന സമയത്ത് പതിരാനെയും മുസ്തഫിസുർ റഹ്മാനെയും സ്വന്തമാക്കിയിട്ടുള്ളതാണ്. രണ്ടുപേരെയും അവർക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഓരോ മത്സരത്തിനനുസരിച്ചിട്ട് ഉപയോഗപ്പെടുത്താം. എന്തായാലും രണ്ട് താരങ്ങൾ ഒരുമിച്ച് ഇതിനകത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതായത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ബാക്കപ്പ് ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അവരുടെ ഒരു പോരായ്മയായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ടോപ്പ് ഓർഡറിൽ ഒരു ഇന്ത്യൻ കരുത്ത് എന്ന് പറയാൻ മാത്രമുള്ള ആരും ഇല്ല എന്നുള്ളതാണ്. അതേസമയം റസൽ പോയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഇത് ചെയ്യാൻ കാമറൂൺ ഗ്രീന് തീർച്ചയായിട്ടും ടീമിനകത്തുണ്ട്. വിദേശ ബാക്കപ്പുകൾ ബാറ്റിങ്ങിൽ ഒരുപാട് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവരെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളൊരു കാര്യം ക്യാപ്റ്റൻസി എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അതാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷെ ഓപ്ഷനിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഗ്രീനിന് എടുത്താണെങ്കിലും കുറച്ച് സ്മാർട്ട് ബൈ വന്നതാണെങ്കിലും പേസർമാർ രണ്ടുപേരെ സ്വന്തമാക്കിയതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10-9 മാർക്ക് കൊടുക്കേണ്ടി വരും. അതിന് അവർക്ക് പേഴ്സ് ബാലൻസും കൂടി ഒരു ഗുണകരമായിട്ടുണ്ട് എന്നുള്ളത് ടീമായിരുന്നു കൊൽക്കത്ത. അതെ ഈ റസലിനെയും വെങ്കടേഷിനൊക്കെ വിട്ടതെന്ന് പറയുമ്പോൾ കണ്ടില്ല, വലിയ ഒരു തുകയാണ് അവർക്ക് പിന്നെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതിന്റെ ഒരു എന്തായാലും ഈ ഗ്രീനൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു ആത്മവിശ്വാസത്തിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് ഈ പറഞ്ഞ തന്നെ നായകനിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്, നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അങ്ങനെ വന്ന് ഈ പുതിയ ടീമായിട്ട് ബാക്കപ്പ് ടീമായിട്ട് ഓരോ പിച്ചിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഗ്രൗണ്ടിനനുസരിച്ച് ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മികച്ചൊരു കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി ടീമിന് സാധിക്കും. അടുത്ത് നമുക്ക് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടി വരും. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ വാർത്തകളിൽ ഏറെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു ടീമായിരുന്നു. അപ്പോൾ സഞ്ജു പോയതോട് കൂടിയിട്ട് രവീന്ദ്ര ജഡേജ, സാം കറൻ ഈ 2 താരങ്ങളാണ് രാജസ്ഥാനിലേക്ക് വന്നത്. രവീന്ദ്ര ജഡേജക്ക് പുറമെ സ്പിന്നിന് നമുക്ക് അവർക്ക് ഒരു ഈ പറയുന്ന രവി ബിഷ്ണോയിനെ സ്വന്തമാക്കാനുള്ള ഒരു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു. വിഘ്നേഷ് പുത്തൂർ വന്നിട്ടുണ്ട്. പക്ഷെ വിഘ്നേഷ് പുത്തൂരിന് അവസരം ലഭിക്കാനുള്ള സാധ്യത അത്ര അധികം ഇല്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഈ യാഷ് പുഞ്ച എന്ന് പറഞ്ഞ താരം വന്നിട്ടുണ്ട്. 6.5 അടി ഉയരമുള്ള സ്പിന്നറാണ്. അപ്പൊ അതും ഒരു ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരു നല്ലൊരു സ്പിന്നർ അവർക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ഈ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വേണ്ട വിധം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യനിരയിലേക്ക് ജഡേജയും സാംകറനും കൂടി വരുന്ന സമയത്തുള്ള ഒരു മാറ്റമുണ്ട്. അപ്പൊ ട്രേഡിലൂടെ തന്നെ ആ രീതിയിൽ മധ്യനിരയിലേക്ക് ജഡേജനെ കൊണ്ടുവന്നതിന്റെ ഒരു പോസിറ്റിവിറ്റി അവിടെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ധ്രുവ് ജുറൽ, റിയാൻ പരാഗ്, അതുപോലെ തന്നെ ഹിറ്റ്മെയർ, ഇവർക്കൊക്കെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. അപ്പൊ കഴിഞ്ഞ സീസണിലെ പോലെയുള്ള ഒരു ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ കാര്യം ഒന്നും ഇല്ല. അതേസമയം അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആദം മിൽനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ജോഫ്ര ആർച്ചർക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരിക്കിന് പെട്ടെന്ന് സാധ്യതയുള്ള ഒരു പേസർമാരാണ് എന്നുള്ളതാണ്. അതാണ് ഒരു ആർച്ചറിനെ വലുത് കണ്ടിട്ടുണ്ട്. എല്ലാ സീസണും കളിക്കാൻ താരമായിട്ട് വരുന്നില്ല, നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി അത്ര ആശ്രയിക്കാൻ വേണ്ടി പറ്റുന്ന താരമല്ല, ആശ്രയിക്കാൻ വേണ്ടി എപ്പോഴും പറ്റുന്ന താരമായിട്ട് ആർച്ചർ. അതെ. അപ്പൊ ആർച്ചർക്ക് പകരം വന്നിട്ടുള്ള മില്ലയാണെങ്കിൽ പോലും ഒരു പരിക്ക് സാധ്യത നിലനിൽക്കുന്ന ഒരു താരമാണ് എന്നുള്ളതാണ്. മൊത്തത്തില് പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10-7 ഓപ്ഷൻ പെർഫോമൻസ് 10-7 നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈയിൽ നമുക്കറിയാം ഇപ്പം യുവതാരങ്ങളെ ഇപ്പം ചെന്നൈയുടെ ഒരു വയസ്സൻ പടാന്നല്ല ഇത് മൊത്തം മാറ്റിയിട്ട് നമുക്കാണെങ്കിൽ യുവതാരങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പോയിട്ടുണ്ട്. നമുക്കിപ്പം കഴിഞ്ഞ ദിവസം ചെന്നൈ പ്രൊമോഷനിൽ ഇട്ട വീഡിയോ തന്നെ ഉണ്ട്. 20-ലും 30-ലും 40-ലും വിക്കറ്റ് കീപ്പർമാരുള്ള ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. 20-ലല്ല ടീംസ് മുതൽ 40 വരെ ഉണ്ട്. 4 താരങ്ങളുണ്ടല്ലേ ധോണി വരെ വരുമ്പോഴേക്ക്. അപ്പം ധോണി വീണ്ടും കളിക്കുന്ന പ്രതീക്ഷിക്കും, ഈ സീസണിൽ കളിക്കുന്ന പ്രതീക്ഷിക്കാവുന്നതാണ്. 5-6 മത്സരമൊക്കെ കളിക്കും, ഒരു അല്ലെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കും. ഒരു മിഡ് സീസൺ റിട്ടയർമെന്റ് പോലും പ്രതീക്ഷിക്കാമെന്നാണ് ആരാധകരൊക്കെ പറയുന്നത്. അല്ല ധോണിയുടെ ഒരു ഇത് വെച്ചിട്ടേ, ഒരു ശൈലി വെച്ചിട്ട് അങ്ങനെ 2-3 സീസണിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണ് ഈ സീസൺ കളിക്കുമായിരിക്കും മെൻഡറായി മാറുമൊക്കെ ടോസ് എടുത്ത സമയത്ത് പറയാനൊക്കെ ഞാൻ കഴിഞ്ഞ സീസണിൽ വരെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ധോണിയാണ് എന്തും പ്രതീക്ഷിക്കാൻ. അപ്പം ഈ സീസൺ മൊത്തം കളിച്ചേക്കാം. പക്ഷെ എങ്കിൽ കൂടി വിക്കറ്റ് കീപ്പറായിട്ട് നമുക്ക് ചിലപ്പം പിന്നെ സഞ്ജു ചെപ്പോക്കിലായിരിക്കും അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ട് ധോണി. അപ്പൊ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ അതിലൊരു ഇതെന്താണെന്ന് അല്ല, പക്ഷെ ഫൈനൽ എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അറിയില്ല എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ ചെന്നൈയുടെ
ചെന്നൈയുടെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ചെന്നൈയുടെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്ത, എന്തുകൊണ്ട് ചെന്നൈയുടെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്, സ്ട്രാറ്റജിയുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചെന്നൈയുടെ കാര്യത്തിൽ ഫ്ലമ്മിങ് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ആധുനിക T20യെ മനസ്സിലാക്കാൻ ചെന്നൈ കുറച്ച് വൈകി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയത് കഴിഞ്ഞ സീസണിന്റെ പകുതിയോട് കൂടിയിട്ടാണ്. അപ്പോഴാണ് ഈ യുവതാരങ്ങളെ കൊണ്ടുവരാനുള്ളത്. അതെ, പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ വന്നിട്ടുണ്ട്, അക്കീൽ ഹുസൈന്റെ ഇപ്പോഴത്തെ ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും ഒക്കെയുള്ള മികവ്. പക്ഷെ എത്രത്തോളം നൂർ അഹമ്മദ് കളിക്കുന്ന സമയത്ത് എത്രത്തോളം ഇതിലേക്ക് വരും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ള ഒരു പോരായ്മ എല്ലാവരും ഉന്നയിക്കുന്നത് പേസ് ബോളിങ്ങിലാണ്. പക്ഷെ പേസ് ബോളിങ്ങിൽ പോലും ഇപ്പൊ ലതാൻ എല്ലിസ്, ജാമി ഓവർട്ടൺ കഴിഞ്ഞ സീസണിൽ പരിക്കായിരുന്നു പല മത്സരങ്ങളിലും. അതുപോലെ തന്നെ മാറ്റ് ഹെൻറിനെ പോലുള്ള താരം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ പേസർമാരെ പറയുകയാണെങ്കിൽ ഖലീൽ അഹമ്മദ്, മുകേഷ് ചൗധരി, ഇങ്ങനെയുള്ള താരങ്ങളുണ്ട്. അപ്പൊ അത് എങ്ങനെ എത്രത്തോളം, പക്ഷെ ഓപ്ഷനിൽ ഒരു ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെന്നൈക്ക് ഒരുപാട് ബാലൻസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോ കൊൽക്കത്തയുടെ ബാലൻസ് 63 കോടി, ചെന്നൈയുടെ 43 കോടി. അപ്പൊ പല സൂപ്പർ താരങ്ങളെയും പ്രതീക്ഷിച്ചിരുന്നു ചെന്നൈ ആരാധകർ, അത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ചെന്നൈ എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്കാലത്തും സൂപ്പർ താരങ്ങൾ തിളങ്ങിക്കുന്ന താരങ്ങൾ പറയപ്പോൾ ടീമുമല്ല എങ്കിലും പിന്നെ മാച്ച് ഷോട്ട് വന്നിട്ടുണ്ട്, ഒരു നല്ലൊരു ബാക്കപ്പ് ഓപ്ഷനാണ്. അപ്പൊ ഇന്ത്യൻ ഓപ്പണർമാര് തിളങ്ങാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ മാച്ച് ഷോട്ടിനെ വെച്ച് ഇന്ത്യക്ക് കളിക്കാൻ പറ്റും. സഞ്ജു, ആയുഷ് മാത്രേ, അല്ലെങ്കിൽ ആയുഷ് മാത്രേ ഗെയ്ക്കോദ്, ആയുഷ് മാത്രം എന്തായാലും ഓപ്പണിംഗിൽ ഉണ്ടാവാനാണ് സാധ്യത. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇപ്പൊ ഈ പറയുന്ന തരത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പക്ക മാച്ച് വിന്നർമാരായിട്ട് പ്രൂവ് ചെയ്ത താരങ്ങളെക്കാളും യുവതാരങ്ങളാണ് ഉള്ളത് കൂടുതൽ. അപ്പൊ അവർക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇന്ത്യക്ക് ചെന്നൈക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഓപ്പണിംഗിലേക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ 4 ഓപ്ഷൻസ്, ഋതുരാജ് ഉണ്ട്, സഞ്ജു ഉണ്ട്, ആയുഷ് മാത്രേ ഉണ്ട്, അതുപോലെ തന്നെ മാച്ച് ഷോട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്, ഉർവിൽ പട്ടേൽ ഓപ്പണിംഗ് കളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പണിംഗിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ചെന്നൈക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ കൊൽക്കത്ത ഒക്കെ സ്വന്തമാക്കിയ പോലെ ഗ്രീൻ, പതിരാണ്, ഇങ്ങനെ വലിയൊരു താരം സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, തൃപ്തിയാണ്. അതെ അതെ, അല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാല് പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മനെയും നമ്മൾ അധികം കണ്ടിട്ടില്ല, അവര് തെളിയിച്ചിട്ടില്ല. IPL പോലത്തെ ഒരു ഇതിനകത്ത് തെളിയിച്ചിട്ട് വലിയൊരു കാര്യം ഉന്നയിക്കുന്നത് സമീർ റിസ്വിനെ പോലുള്ള ഒരു താരത്തെ കൊണ്ടുവന്നത് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ സമീർ റിസ്വി ഒരു പരാജയം മീൻസ് ആ വലിയൊരു സ്റ്റേജിലേക്ക് വന്നപ്പോ നിരാശപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഋതുരാജിനെ ചെന്നൈ ഇതുപോലെ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ, പക്ഷെ ഇത്രയും കോടികൾ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ലീഡർഷിപ്പിലേക്ക് വളർത്തി. അതുപോലെ തന്നെ പതിരാനെ ചെന്നൈ വിട്ടുകളഞ്ഞ 14 കോടിക്ക് വിട്ടുകളഞ്ഞ താരത്തിന് 18 കോടിക്കാണ് കൊൽക്കത്ത എടുത്തതെന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഇത്തരം താരങ്ങളെ ആയുഷ് മാത്രേ, ബ്രവിസ്, ഇങ്ങനെയുള്ള താരങ്ങളെ കൊണ്ടുവന്നിട്ട് പ്രൂവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷെ മാച്ച് വിന്നർമാരായിട്ട് പ്രൂവ് ചെയ്യാൻ അത്ര സാധിച്ചിട്ടില്ല. ഇവർക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം പറഞ്ഞ യുവതാരാണല്ലോ, ചെന്നൈയുടെ പോലൊരു ടീമിനെ കൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടീമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു 10 ഒരു 7.5 മാർക്ക് ആണ് ചെന്നൈയുടെ ഓപ്ഷൻ പെർഫോമൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ സൺറൈസേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവിങ്സ്റ്റണെ കൊണ്ടുവന്നതാണ്. 13 കോടിക്ക് ലിവിങ്സ്റ്റണെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ലിവിങ്സ്റ്റൺ കഴിഞ്ഞ സീസണിൽ നിരാശപ്പെടുത്തിയിരുന്നതാണ്. RCBനെ പോലുള്ള ഒരു ടീമിനെ സംബന്ധിച്ച് ലിവിങ്സ്റ്റൺ ഒരു അധിക ബാധ്യതയായി മാറി എന്നുള്ളതാണ്. അത് ആ ടീമിന്റെ ഒരു സ്ട്രെങ്ത്തിന്, അതിനകത്തുള്ള ടീമിലുള്ള താരങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. പക്ഷെ സൺറൈസേഴ്സിന് എങ്ങനെയാണ്, സൺറൈസേഴ്സ് നമുക്കറിയാം ഒരു സൺറൈസേഴ്സിന്റെ ഒരു നിലവിലെ ഒരു രീതി അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അറിയാം. അതിന് അനുയോജ്യനായിട്ടുള്ള താരം തന്നെയാണ്. പക്ഷെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ സൺറൈസേഴ്സിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. പല താരങ്ങളെ അവര് ഈ പറയുന്ന ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ ഉള്ള പല താരങ്ങളെ അവര് ആ രീതിയിലേക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ബോളിംഗ്, ന്യൂ ബോൾ അറ്റാക്ക് തന്നെയാണ് സൺറൈസേഴ്സിനെ സംബന്ധിച്ച്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഒരു വെടിക്കെട്ട് ടീമുണ്ട്, പക്ഷെ ബോളിംഗിൽ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലും തരക്കേടില്ലാത്ത രീതിയിൽ ലേലത്തിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 10 7-8 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അടുത്ത ടീം വരുന്നത് LSG ആണ്. LSG ഒരു വലിയ സൈൻ നടത്തുന്നത് ജോഷ് ഇംഗ്ലീഷിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയതാണ്. പക്ഷെ ഇംഗ്ലീഷ് 4 മത്സരം കളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് മണ്ടത്തരായി മാറുന്ന പറഞ്ഞാല് ഇപ്പൊ അതിനകത്ത് നമുക്ക് അതിന്റെ കറക്റ്റ് അറിയില്ല. ഇപ്പൊ
ഈ ജോഷ് ഇംഗ്ലീഷിനെ 4 മത്സരം കളിക്കുന്ന ജോഷ് ഇംഗ്ലീഷിനെ 8.6 കോടി കൊടുത്തിട്ട് കൊണ്ടുവന്നത് ഈ നമുക്കറിയാം LSGയുടെ അതെ അതെ. അപ്പൊ അവരെ സംബന്ധിച്ച് 27 കോടിക്ക് ഋഷഭ് പന്തിനെ കൊണ്ടുവന്നിട്ട് എന്തുണ്ടാക്കി എന്നുള്ള ചോദ്യം. അല്ല അതെ അതെ അതെ. അപ്പൊ അത് പക്ഷെ വേറൊരു ഇത് പറയുന്നത്, വേറൊരു ആളുകൾ പറയുന്നത് ഇവര് കളിക്കുന്ന മത്സരത്തിനനുസരിച്ചിട്ട് ഇത് കൊടുത്താൽ മതി. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല. അത് സാധ്യത ഈ പണം കൊണ്ട് ഈ സീസണിൽ മൊത്തം ഉപയോഗിക്കുന്ന ഒരു താരത്തെ പിടിക്കുന്നതിന് എന്തുകൊണ്ടും നല്ലത്. കാരണം 4 മത്സരത്തിന് വേണ്ടി മാത്രം താരത്തെ പിടിക്കുന്ന പറയുമ്പോൾ ടീമിന്റെ ബാലൻസിനെയും സ്ട്രാറ്റജിനെയും മൊത്തം ബാധിക്കണമല്ലോ. ഇപ്പൊ ഹസരംഗനെ പോലുള്ള ഒരു താരം വന്നിട്ടുണ്ട്, വനിതു ഹസരംഗനെ പോലുള്ള ഒരു താരം വന്നിട്ടുണ്ട്. പിന്നെ നോർക്കിയെ വന്നിട്ടുണ്ട്, നല്ലൊരു പേസ് ബോളർ ആണ് എന്നുള്ള. അപ്പൊ നോക്കിയനൊക്കെ എന്തുകൊണ്ട് ചെന്നൈ ഒന്നും ശ്രമിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നോക്കിയനെ ലക്നൗ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഡൽഹി അവർക്കൊരു ഓപ്ഷനിൽ ഒരു 7.5 മാർക്ക് കൊടുക്കേണ്ടി വരും ലക്നൌവിന്. ഈ ഡൽഹിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡേവിഡ് മില്ലറെ സ്വന്തമാക്കിയിട്ട്, പക്ഷെ മില്ലറെ സംബന്ധിച്ച് ഇപ്പൊ 2 കോടിക്ക് കിട്ടിയത് നല്ല സ്മാർട്ട് ബൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് മില്ലർ 37 വയസ്സ് അത്രയും ഏജ് ഒക്കെ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ്. പക്ഷെ അതെ അതെ, എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ലുങ്കി എങ്കിഡീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വളരെ സ്മാർട്ട് ആയിട്ടുള്ള പല നീക്കങ്ങളും ഡൽഹി ഓപ്ഷനിൽ നടത്തിയിരുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ഒരു 8.5 മാർക്ക് 10 ഡൽഹിക്കും കൊടുക്കാം. നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഡൽഹിയെ സംബന്ധിച്ച്. അടുത്തത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് പറയുമ്പോൾ അതെ, ഡീകോക്കിന്റെ ഒരു വരവ്, രോഹിത്തിനൊപ്പം ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് പിന്നെ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു തുടക്കം നൽകാൻ വേണ്ടി മുംബൈക്ക് പറ്റിയേക്കും. മുംബൈ അതെ, ഒരു ഓപ്ഷൻ, ഒരു എക്സ്ട്രാ ഓപ്ഷൻ ഡീകോക്ക് നല്ല ഫോമിലാണ്, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തിളങ്ങി ഇന്ത്യക്കെതിരെ 2ാം സെഞ്ചുറിയോട് പോകുന്നൊരു ഇന്നിംഗ്സ് ആണ്. അതെ അതെ, അത് മാത്രമല്ല ഏകദിനത്തിലാണെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഡീകോക്ക് തിരിച്ചുവരവിൽ, മികച്ച ഫോമിലാണ്. അപ്പം പിന്നെ മുംബൈനെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, കാമറൂൺ ഗ്രീനെ വന്നപ്പോ സമയത്ത് ഇവര് മുംബൈയാണ് ആദ്യം വിളിച്ചത് എന്നുള്ളതാണ്. അതായത് അവർക്ക് എന്തായാലും അറിയാം ഗ്രീനിന് 10 കോടി 20 കോടി ഒക്കെ പോകുന്നുള്ളത്. പക്ഷെ ആ കയ്യിലുള്ള 2 കോടിക്കും വിളിക്കാൻ മുംബൈ തയ്യാറായി എന്നുള്ളത് വളരെ രസകരമായിട്ട്. അതെ, അല്ല അത് പറയുന്നത് എന്താ വെച്ചാൽ ഗ്രീൻ ആദ്യമായിട്ടാണ് IPL വന്നത് മുംബൈയുടെ താരമായിട്ടാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഗ്രീനിനെ അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്നാണ് മുംബൈ ഇത് ചെയ്തത്. അതുപോലെ തന്നെ ഡീകോക്കിനെ കൊണ്ടുവരികയും പിന്നെ ഈ പറയുന്ന പോലെ പല യുവതാരങ്ങളെ കൊണ്ടുവരാനും മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുംബൈക്കും നല്ലൊരു ഇത്, ആ സ്മാർട്ട് ഡീകോക്കിന്റെ ആ ഒരു ഇത് സൈനിങ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ 10 8 മാർക്കൊക്കെ കൊടുക്കാവുന്ന ഒരു സൈനിങ്. കാരണം ആ ഒരു ഈ പറയുന്ന പേഴ്സ് ബാലൻസ് വെച്ചിട്ട് നല്ലൊരു പെർഫോമൻസ് മുംബൈയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂപ്പർ കൊനോലിയുടെ ഒരു വരവ് നമ്മളെടുത്താൽ, കൂപ്പർ കൊനോലിനെ നമ്മൾ ചെന്നൈക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു താരം എന്ന രീതിയിൽ പലരും പറഞ്ഞിരുന്നു. പക്ഷെ അഖിൽ ഹുസൈൻ എടുത്തോട് കൂടിയിട്ട് പിന്നെ കൂപ്പർ കൊനോലിക്ക് വേണ്ടി ചെന്നൈ പോകാൻ സാധ്യത കുറവാണ് എന്ന രീതിയിലും നമുക്കത് വിലയിരുത്തപ്പെട്ടു. പക്ഷെ കൂപ്പർ കൊനോലി നല്ല രീതിയിൽ ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു താരം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ടീമിനെ സംബന്ധിച്ച് കൂപ്പർ കൊനോലിയുടെ ഒരു സാധ്യത ഇപ്പൊ പോണ്ടിങ്ങിനെ പോലുള്ള ഒരാൾക്ക് അറിയാം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള കൂപ്പർ കൊനോലിയുടെ ഒരു ഉപയോഗിക്കുക എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില ഈ പറയുന്ന യുവതാരങ്ങളെയൊക്കെ പഞ്ചാബ് ഇത് ചെയ്തിരുന്നു. 10 7.5 മാർക്ക് അവർക്കും കൊടുക്കാം. പിന്നെ ഉള്ളത് ഗുജറാത്തിനാണ്. ഗുജറാത്തിന് ജെയ്സൺ ഹോൾഡറാണ്. അതെ അതെ, ഹോൾഡറിനെ പലതരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഹോൾഡർ ചിലപ്പോഴൊക്കെ, പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഒരു നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റും, ചില സമയത്ത് ഹോൾഡറെ വിശ്വസിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം അവിടെ അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഗുജറാത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പൊ ഈ ലേലത്തിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പേഴ്സ് ബാലൻസ് ആയിട്ട് വന്ന 2 ടീമുകൾ കൊൽക്കത്തയും ചെന്നൈയാണ്. ചെന്നൈ കൃത്യമായിട്ട് അവരുടെ ഒരു സ്ട്രാറ്റജിയിൽ ഒരു മാറ്റമാണ് കാണിച്ചതെങ്കിൽ കൊൽക്കത്ത കൃത്യമായിട്ട് അവരുടെ പേഴ്സ് ബാലൻസിന് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് കുറെ നല്ല പേരുള്ള ആളുകളെ വിളിച്ചു. RCB നല്ല ടീമിനെ സെറ്റ് ചെയ്തു. അത് തന്നെയാണ് എടുത്ത് പറയുന്നത്. ഇല്ല, RCB കനിഷ്ക് ചൗഹാൻ, വിഹാൻ മൽഹോത്ര പോലുള്ള അണ്ടർ 19 ഇപ്പൊ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങളെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതും അങ്ങനെയൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ RCB ശക്തമായിട്ടുള്ള ഒരു ടീമായിട്ട് നിൽക്കുന്നുണ്ട്. മുംബൈ അവരുടെ കോർ ടീമിനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് ഡീകോക്കിനെ പോലുള്ള ഒരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടീമുകളെ സംബന്ധിച്ചും
ഇനി നമ്മൾക്ക് കാണേണ്ടത് അവരുടെ പെർഫോമൻസ് ആണ്, കൊണ്ടുവന്ന താരങ്ങളുടെ പെർഫോമൻസ്, ഈ ടീമുകളെ വെച്ചിട്ട് എങ്ങനെ ഓരോ ടീമും അവരുടെ പ്ലേയിങ് 11 സെറ്റ് ചെയ്യും എന്നുള്ളത്. അത്തരം കാര്യങ്ങളും അനാലിസിസും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ആരാധകരെ വീഡിയോ കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഓരോ ടീമുകളിലുള്ള നമ്മൾ വിട്ടുപോയിട്ടുള്ള പോയിന്റുകളുണ്ട്. കാരണം നമ്മൾ ഒരു ഓവറോൾ ഇല്ല അപ്പൊ അതിനകത്ത് വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും അടുത്ത സീസണിൽ നല്ലൊരു പോരാട്ടം തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.